നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സർവകാല റെക്കോർഡിൽ ബിറ്റ്കോയിൻ നേട്ടത്തിലേക്ക് നയിച്ചത് ഉയർന്ന ആവശ്യകതയും ETF നിക്ഷേപകരുടെ ഒഴുക്കും. പുതിയ വാരം ഇന്ത്യൻ വിപണിയെ നയിക്കുക പാദബലങ്ങൾ. HSBC സർവീസ്, PMI, ഫെഡ് മിനിറ്റ്സ് തുടങ്ങിയ ഡേറ്റകളും നിർണായകം. റഷ്യ പാകിസ്ഥാൻ സൈനിക കരാറിനെ സംബന്ധിച്ച് വാർത്ത തള്ളി പുടിൻ ഭരണകൂടം. ഇന്ത്യയെ അസ്വസ്ഥമാക്കുന്ന സഹകരണം പാകിസ്ഥാനുമായി രക്ഷിക്കില്ലെന്ന് വിശദീകരണം. ഇന്ത്യൻ വിപണിയെ കാത്തിരിക്കുന്നത് $5 ബില്യൺ IPO. ആഗോള പ്രതിസന്ധികൾ IPO വിപണിയെ ബാധിക്കുന്നില്ലെന്ന് വിലയിരുത്തൽ. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇന്ത്യയിലേക്ക്. ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സന്ദർശനം സഹായകമാകും. വാർത്തകൾ വിശദമായി. സർവകാല റെക്കോർഡിൽ ബിറ്റ്കോയിൻ വില $1.25 ലക്ഷം. നേട്ടത്തിലേക്ക് നയിച്ചത് ഉയർന്ന ആവശ്യകതയും ETF നിക്ഷേപകരുടെ ഒഴുക്കും. അമേരിക്കയിൽ ഷട്ട്ഡൌൺ നടപടി വന്നതോടെ ഓഹരി വിപണിയിൽ നിന്നടക്കം നിക്ഷേപകർ പിൻവാങ്ങുകയാണ്. ഇതോടെ ബിറ്റ്കോയിൻ ആവശ്യകത ഉയരുകയായിരുന്നു. നിക്ഷേപക സ്ഥാപനങ്ങൾ ബിറ്റ്കോയിനിൽ കൂടുതൽ താൽപര്യം കാണിക്കുന്നതാണ് വില കുതിക്കുന്നതിലേക്ക് നയിക്കുന്നത്. മൂല്യം ഇനിയും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. നിലവിൽ ബിറ്റ്കോയിൻ മൂല്യം $1,22,244 അതായത് ഇന്ത്യൻ കറൻസിയിൽ 1.10 കോടി രൂപ വരുമിത്. നിലവിൽ കഴിഞ്ഞ ഓഗസ്റ്റിലെ $1,24,480 എന്ന റെക്കോർഡാണ് തകർത്തത്. ആദ്യമായാണ് $1.25 ലക്ഷം എന്ന നിലവാരം ബിറ്റ്കോയിൻ മറികടക്കുന്നത്. US ഓഹരി വിപണിയിലേക്കും ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലേക്കും പണം ഒഴുകിയതിനാൽ തുടർച്ചയായ 8 ദിവസമാണ് ബിറ്റ്കോയിനും മുന്നേറിയത്. ബിറ്റ്കോയിൻ വിലയിൽ ഏറ്റവും കുതിപ്പുണ്ടാകാറുള്ള മാസമാണ് ഒക്ടോബർ. 10 വർഷത്തിനിടെ 9 തവണയും നിക്ഷേപകർക്ക് മികച്ച റിട്ടേൺ നൽകിയ മാസമാണിത്. ഈ വർഷം 30% നേട്ടം സമ്മാനിച്ചു. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ പ്രമുഖ കറൻസികളുമായുള്ള വിനിമയത്തിൽ US ഡോളറിന്റെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ വാരം ഇന്ത്യൻ വിപണിയെ നയിക്കുക പാദബലങ്ങളെന്ന് അനലിസ്റ്റുകൾ. HSBC സർവീസ്, PMI, ഫെഡ് മിനിറ്റ്സ് തുടങ്ങിയ ഡേറ്റകളും നിർണായകം. ഈ ആഴ്ച IT ഭീമൻ TCSന്റെ പാദഫലം പുറത്തുവരും. H1B വിസ ഫീസ് വർധന, ട്രംപ് ഭരണകൂടത്തിന്റെ 25% ഔട്ട്സോഴ്സിംഗ് നികുതി എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് IT കമ്പനികളുടെ പാദഫലങ്ങൾ വരുന്നത്. ഒപ്പം ടാറ്റ ക്യാപിറ്റൽ, LG ഇലക്ട്രോണിക്സ് എന്നീ ഭീമന്മാരുടെ IPOകളും വിപണിക്ക് നിർണായകമാവുമെന്ന് റെലി ഗെയർ ബ്രോക്കിംഗ് ലിമിറ്റഡിലെ അജിത് മിശ്ര പറഞ്ഞു. താരിഫുകളുടെയും വിസ ചെലവുകളുടെയും ആഘാതം, നിയമന സാധ്യതകൾ, സാങ്കേതിക ചെലവ്, AI സംരംഭങ്ങളിലെ പുരോഗതി എന്നിവയെക്കുറിച്ചുള്ള മാനേജ്മെന്റ് അപ്ഡേറ്റുകൾ വിപണി ശ്രദ്ധയോടെ നിരീക്ഷിക്കും. ഇത് IT സൂചികയുടെ ഗതി നിർണ്ണയിച്ചേക്കാമെന്ന് എൻറിച്ച് മണിയുടെ CEO പൊന്മുടി R പറഞ്ഞു. ആഗോളതലത്തിൽ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി മിനിറ്റ്സ്, തൊഴിലില്ലായ്മ ക്ലെയിമുകൾ, ഉപഭോക്തൃ ഡാറ്റ എന്നിവയും പുറത്തുവരാനുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റഷ്യ പാകിസ്ഥാൻ സൈനിക കരാറിനെ സംബന്ധിച്ച വാർത്ത തള്ളി പുടിൻ ഭരണകൂടം. ഇന്ത്യ അസ്വസ്ഥമാക്കുന്ന സഹകരണം പാകിസ്ഥാനുമായി രക്ഷിക്കില്ലെന്നും വിശദീകരണം. അമേരിക്കയ്ക്ക് പിന്നാലെ റഷ്യയും പാകിസ്ഥാനുമായി കൈകോർക്കുന്നുവെന്ന വാർത്ത വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. മോദിയുടെ നയതന്ത്ര പരാജയമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും വിമർശിച്ചു. ഇതിനു പിന്നാലെയാണ് റഷ്യയുടെ വിശദീകരണം. പാക് സൈന്യത്തിന്റെ ചൈനീസ് നിർമ്മിത JF-17 യുദ്ധവിമാനങ്ങൾക്ക് എഞ്ചിനുകൾ റഷ്യ നൽകുമെന്നായിരുന്നു വാർത്ത. ഇന്ത്യ റഷ്യ സഹകരണത്തെ തകർക്കാനുള്ള ശ്രമമായാണ് ഈ റിപ്പോർട്ടുകളെ കാണുന്നതെന്നാണ് റഷ്യയുടെ പ്രതികരണം. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഡിസംബർ മാസം 5-6 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു വാർത്ത വന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കുമേൽ അമേരിക്ക പിഴത്തീരുവ ചുമത്തിയതിനു പിന്നാലെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തി പ്രാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒക്ടോബറിൽ ഇന്ത്യൻ വിപണിയെ കാത്തിരിക്കുന്നത് $5 ബില്യൺ IPO. ആഗോള പ്രതിസന്ധികൾ IPO വിപണിയെ ബാധിക്കുന്നില്ലെന്ന് വിലയിരുത്തൽ. ഈ മാസം തുടക്കം മുതൽ രാജ്യത്തെ IPO വിപണി സജീവമായിരിക്കുകയാണ്. നിരവധി കമ്പനികളാണ് പ്രാഥമിക ഓഹരി വിൽപ്പനയുമായി വിപണിയിലെത്തുന്നത്. ടാറ്റ ക്യാപിറ്റൽ, LG ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇവരിൽ പ്രമുഖർ. 25,000 കോടിയാണ് ഇവർ സമാഹരിക്കുക.
വമ്പൻ കമ്പനികൾക്കിടയിൽ ന്യൂജൻ കമ്പനികളും ഫണ്ട് സ്വരൂപിക്കാനെത്തുന്നുണ്ട്. വർഷങ്ങളായി മികച്ച അടിത്തറ പാകിയ വൻകിട കോർപ്പറേറ്റുകളെക്കാൾ എളുപ്പത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ IPO സമയത്തും വലിയ പ്രതീക്ഷയാണുള്ളത്. സെപ്റ്റോ, NSDL തുടങ്ങിയവയിൽ നിന്നുള്ള IPOകളും വൈകാതെ ഉണ്ടാകും. ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ശക്തമായി തുടരുന്നതും കമ്പനികളുടെ പ്രവർത്തന മികവും സാമ്പത്തിക ഭദ്രതയും അനുകൂലമായ ഗവൺമെന്റ് നയങ്ങളുമാണ് കമ്പനികളെ വീണ്ടും IPOയിലേക്ക് എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. സർവകാല റെക്കോർഡിൽ ബിറ്റ്കോയിൻ നേട്ടത്തിലേക്ക് നയിച്ചത് ഉയർന്ന ആവശ്യകതയും ETF നിക്ഷേപകരുടെ ഒഴുക്കും. പുതിയ വാരം ഇന്ത്യൻ വിപണിയെ നയിക്കുക പാദബലങ്ങൾ. HSBC സർവീസ്, PMI ഫെഡ് മിനിറ്റ്സ് തുടങ്ങിയ ഡേറ്റകളും നിർണായകം. റഷ്യ പാകിസ്ഥാൻ സൈനിക കരാറിനെ സംബന്ധിച്ച് വാർത്ത തള്ളി പുടിൻ ഭരണകൂടം. ഇന്ത്യ അസ്വസ്ഥമാക്കുന്ന സഹകരണം പാകിസ്ഥാനുമായി റഷ്യയ്ക്കില്ലെന്ന് വിശദീകരണം. ഇന്ത്യൻ വിപണിയെ കാത്തിരിക്കുന്നത് $5 ബില്യൺ IPO. ആഗോള പ്രതിസന്ധികൾ IPO വിപണിയെ ബാധിക്കില്ലെന്ന് വിലയിരുത്തൽ. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇന്ത്യയിലേക്ക്. ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് സന്ദർശനം സഹായകമാകും. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.